നമസ്കാരം. മാലയോഗം ഭാഗം 5. അന്ത്യസേവയ്ക്ക് വരുന്നതാകും. അവൾ അവിടെ ഇല്ലേ? ചായ ഒരു മുറുക്ക് കുടിച്ചതിന് ശേഷം വഷളൻ ചിരിയോടെ രഘു പറഞ്ഞു. പീതാംബരനെ കണ്ടതും തങ്കപ്പൻ നടത്തത്തിൻ്റെ ആക്കം കൂട്ടി. മേശപ്പുറത്ത് ഇരിക്കുന്ന തീപ്പെട്ടി കയ്യിലെടുത്ത് തങ്കപ്പൻ ബെഞ്ചിലിരുന്നു. പീതാംബര, കടുപ്പത്തിലൊരു ചായ. തീപ്പെട്ടി ഉരസി തങ്കപ്പൻ ആജ്ഞാപിച്ചു. കയ്യിൽ തൂക്കി പിടിച്ചിരുന്ന കവറുകൾ തങ്കപ്പൻ ബെഞ്ചിനരികിൽ തന്നെ വെച്ചു. പറയുന്നോണ്ടൊന്നും തോന്നരുത് തങ്കപ്പേട്ട. കഴിഞ്ഞ 3-4 മാസത്തെ പറ്റ് തന്നെ തീർക്കാനുണ്ട്. മാവേലി വരും പോലെ ഇടക്കുള്ള ഈ വരവല്ലാതെ തങ്കപ്പേട്ടനെ കാണാറുമില്ല. ആദ്യം പറ്റ് തന്ന് തീർക്കുക, എന്നിട്ട് നമുക്ക് ചായ എടുക്കാം. തങ്കപ്പൻ രൂക്ഷമായി അയാളെ ഒന്ന് നോക്കിയ ശേഷം മുണ്ട് മാറ്റി പിടിച്ചു ട്രൗസറിൻ്റെ പോക്കറ്റിൽ ഒന്ന് പരതി. 100-ൻ്റെ 5 നോട്ടുകളെടുത്ത് പീതാംബരൻ്റെ നേരെ നീട്ടി. തങ്കപ്പന് തൻ്റെ ഓസൊന്നും വേണ്ട. ധാർഷ്ട്യത്തോടെ പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ കത്തിച്ചു വെച്ച ബേഡി ഒന്നാഞ്ഞു വലിച്ചു ബെഞ്ചിൽ വെച്ച് കവറുകൾ കയ്യിലെടുത്ത് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. നേരം സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പുറവും ഇപ്പുറവും നിറയെ വീടുകൾ തിങ്ങി നിൽക്കുന്ന ഇടവഴിയിലാകെ ഇരുട്ട് വീണിരിക്കുന്നു. വീടുകളുടെ ഉമ്മറത്ത് ഇരുന്ന് കത്തുന്ന വിളക്കിൻ്റെ വെളിച്ചമല്ലാതെ മറ്റൊരു വെട്ടവും അവിടെ ഉണ്ടായിരുന്നില്ല. അയാളുടെ നടത്തം ചെന്നു നിന്നത് ഒരു മൺകുടിലിനു മുന്നിലായിരുന്നു. ചെറു മൺതിട്ട കൊണ്ട് റോഡും വീടും വേർതിരിച്ചിരിക്കുന്നു. മുറ്റമെല്ലാം ചുവന്ന മണ്ണ് കൊണ്ട് തേച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. കിങ്ങിണി, കരി തേച്ച് വെച്ച തിണ്ണയിൽ ഇരുന്ന് പാവ കയ്യിലെടുത്ത് കളിക്കുന്ന 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുഞ്ഞിനെ നോക്കി അയാൾ വിളിച്ചു. അച്ഛാ, അച്ഛാ. ഉമ്മറത്ത് നിന്ന് കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന തങ്കപ്പനെ കണ്ടതും കിങ്ങിണി ഉറക്കെ വിളിച്ചു. കിങ്ങിണിയുടെ വിളി കേട്ട് വേഷ്ടി കൊണ്ട് മാറുമറച്ച് ദേവകി ഓടി വന്നു വാതിൽ കട്ടിലയിൽ ചാരി നിന്നു. വാത്സല്യത്തോടെ തങ്കപ്പൻ കിങ്ങിണിയെ വാരിയെടുത്തു തിണ്ണയിലിരുന്നു ഇരു കവിളിലും ചുംബനങ്ങൾ കൊണ്ട് മൂടി. തങ്കപ്പനെ കണ്ടതും ദേവകിയുടെ മുഖം നാണത്താൽ തുടുത്തു. തങ്കപ്പൻ കൊതിയോടെ ദേവകിയെ നോക്കിക്കൊണ്ട് കിങ്ങിണിക്കൊരു ചുംബനം നൽകിയതും ദേവകി ഒന്ന് കൊഞ്ചിച്ചിരിച്ചു. ഇന്ന് വരുമെന്ന് നിരീക്ഷിച്ചതേയില്ല. തല താഴ്ത്തിക്കൊണ്ട് ദേവകി പറഞ്ഞു. വരണമെന്ന് തോന്നി വന്നു. തങ്കപ്പൻ മീശയൊന്ന് ഒഴിഞ്ഞു പതിയെ ചിരിച്ചു. ഇതൊക്കെ അങ്ങ് അകത്തേക്ക് വെച്ചേക്ക്. തങ്കപ്പൻ തിണ്ണയിൽ വെച്ച കവറുകൾ ഓരോന്നായി ദേവകിയെ ഏൽപ്പിച്ചു. നിനക്കും മോൾക്കും കുറച്ചുടുപ്പുകളാ, പിന്നെ നല്ല പുഴമീനും ഉണ്ട്. കണ്ടപ്പോൾ വിലയൊന്നും നോക്കിയില്ല. നിനക്ക് പുഴമീൻ വലിയ ഇഷ്ടമല്ലേ? ദേവകി തിടുക്കത്തോടെ കവറുകൾ തുറന്നു നോക്കുന്നത് കണ്ട് തങ്കപ്പൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ കുളിച്ച് വൃത്തിയായി വന്നേക്കൂ, അപ്പോഴേക്കും ഞാനിത് കറിയാക്കാം. ഇതും പറഞ്ഞ് ദേവകി കട്ടിലപ്പടി കടന്നതും തങ്കപ്പൻ അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. നീ ഒന്ന് നിന്നേ, ചേട്ടൻ നിന്നെ ഒന്ന് കാണട്ടെ. നേരിയ ശബ്ദത്തോടെ അയാൾ അവളുടെ കാതോരം വന്ന് പറഞ്ഞു. ദേ മോള് കാണും. ദേവകി അയാളെ പിടിച്ചു മാറ്റി അടുക്കള ലക്ഷ്യമാക്കി നടന്നു. എന്നാലേ കുളിക്കാൻ എനിക്കിത്തിരി ചൂടുവെള്ളം തിളപ്പിച്ചോ? അടുക്കളയിലേക്ക് നോക്കി അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ചെന്നോളൂ, വെള്ളം ഞാൻ കിണറ്റിൻകരയിൽ കൊണ്ടുവയ്ക്കാം. ദേവകിയുടെ മറുപടി കിട്ടിയതും അയാൾ മുറ്റത്തേക്കിറങ്ങി. ഭക്ഷണമൊക്കെ കഴിഞ്ഞു പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് മേലൊന്ന് കഴുകി മുണ്ടും ജമ്പറും ഉടുത്തു ദേവകി മുറിയിൽ വന്നു കതകടക്കുമ്പോൾ തങ്കപ്പൻ മദ്യക്കുപ്പി തുറന്ന് വായിലേക്ക് ഒഴിക്കുന്നത് കണ്ട് അവളുടെ മുഖം മങ്ങി. മോളെ, ഉമ്മറത്തിരുന്നുള്ള ഈ കുടിയെങ്കിൽ നിർത്തിക്കൂടെ? ദേവകിയുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു. അവൾ ഉറങ്ങിക്കിടക്കുന്ന കിങ്ങിണിയെ എടുത്തു മാറ്റി മറ്റൊരു പായയിലേക്ക് കിടത്തി പുതച്ചു കൊടുത്തു. ഓ, ഇതധികമൊന്നുമില്ലെന്നേ. ഒരു മുറുക്ക്, ഒരു ശക്തി വേണ്ടേ? കണ്ണുറുക്കിക്കൊണ്ട് അയാൾ ദേവകിയുടെ തോളിൽ കൈയിട്ടു. പിന്നെ ഇതങ്ങെടുത്ത് വെച്ചേക്ക്. പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് ചുരുട്ടി ദേവകിയുടെ കയ്യിൽ കൊടുത്തു. ഇതെവിടുന്ന കോളൊത്തിട്ടുണ്ടല്ലോ? അവൾ കയ്യിലുള്ള നോട്ടുകെട്ടുകളിലേക്ക് അതിശയത്തോടെ നോക്കി. ഒരു കോളൊത്തു. തങ്കപ്പൻ ദേവകിയുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചു. അവളുടെ കൈത്തോട് മുഖമമർത്തി ഇരുവരും പായയിലേക്ക് ചെരിഞ്ഞു. അയാളുടെ കൈകൾ അവളുടെ തുടുതുടുത്ത ശരീരം മുഴുവൻ ഓടി നടന്നു. തങ്കപ്പൻ്റെ തലയിൽ തലോടി ദേവകി അയാളെ നെഞ്ചോട് ചേർത്തപ്പോൾ അയാൾ അവിടമാകെ ചുംബനങ്ങളുടെ നനവ് തീർത്തു. അമ്പലത്തിൽ നിന്നുള്ള കീർത്തനം കേട്ട് ഉണ്ണിമായ കൽപ്പടവുകളിൽ വിഷ്ണുവിനെയും കാത്തിരുന്നു. അവൻ വന്നു കണ്ണു പൊത്താൻ മുതിർന്നതും അവൾ തിരിഞ്ഞു നോക്കി കൈ പിടിച്ചു വലിച്ചു ഒപ്പമിരുത്തി.
ജോലി എന്തെങ്കിലും ശരിയായോ? യാതൊരു മുഖവുരയുമില്ലാതെ അവൾ അങ്ങനെ ചോദിച്ചതും അവൻ്റെ മുഖം ഇരുണ്ടുകൂടി. ഓ, ഇത് ചോദിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അമർഷത്തോടെ വിഷ്ണു അവളുടെ കരങ്ങൾ വിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ്. വിഷ്ണുവിന് ഇപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും, എറണാകുളത്തേക്ക്. അത് പറയുമ്പോൾ തല താഴ്ത്തി നിന്നിരുന്ന ഉണ്ണിമായ അവനെ ഒന്ന് നോക്കി. എപ്പോഴും വിളിച്ചുപദേശിച്ച് ശല്യം ചെയ്യാൻ ഇനി ഞാൻ വരില്ല. അവളുടെ നിറഞ്ഞ മിഴികൾ കാണവേ വിഷ്ണു നോട്ടം മാറ്റി. വിഷ്ണുവിന് എൻ്റെ കൂടെ വന്നൂടെ? പ്രതീക്ഷയോടെ ഉണ്ണിമായ അവൻ്റെ ചുമലിൽ തലചായ്ച്ചു കിടന്നു. അവിടെ എന്ത് ജോലി? ഗൗരവത്തോടെ അവൻ തിരക്കി. എന്തെങ്കിലും? എറണാകുളം കളക്ടറുടെ ഒഴിവുണ്ടാവുമോ? തെല്ലു പരിഹാസത്തോടെ അവൻ ആരാഞ്ഞതും ദേഷ്യത്തോടെ അവൾ മുഖം ഉയർത്തി നോക്കി. വിഷ്ണുവിന് എല്ലാം ഒരു തമാശയാ. എനിക്ക് ജോലി തപ്പി നീ പാടുപെടേണ്ട. എനിക്കുള്ള ജോലി ഞാൻ കണ്ടുപിടിച്ചോളാം. നീ നിന്റെ പണി നോക്ക്. ഇതും പറഞ്ഞ് വിഷ്ണു നടന്നു നീങ്ങിയപ്പോൾ അവളുടെ ഉള്ളം നിരാശ കൊണ്ട് മൂടി. ഈ ജോലി എനിക്ക് വേണ്ടി മാത്രമല്ല, കവിത, അവളെ കൂടി എനിക്ക് രക്ഷിക്കണം. വിഷ്ണു കേൾക്കാൻ പാകത്തിന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ വിഷ്ണു അവിടെ നിന്നു. വിഷ്ണു ഏട്ടാ, എന്നെ കൊണ്ടുവിടാനെങ്കിലും വരുമോ സ്റ്റേഷനിലേക്ക്? അവൻ തിരിച്ചു പോകുന്നില്ലെന്ന് കണ്ടതും ഉണ്ണിമായ അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. വിഷ്ണു തൻ്റെ ആഗ്രഹങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ട് മിഴിനീരോടെ ഉണ്ണിമായ നോക്കി നിന്നു. അലക്കി ഉണങ്ങിയ തുണികളെടുത്തു ഭാമിനി വിജയലക്ഷ്മിയുടെ മുറിയുടെ വാതിൽ പതിയെ തുറന്നു. കനമേറിയ ഇരുവാതിലുകൾ തള്ളി തുറന്നപ്പോൾ ഉറക്കെ ശബ്ദം വന്നു. അതോടെ വിജയലക്ഷ്മി പതിയെ മിഴികൾ തുറന്നു. ആത്തുലമ്മ കിടന്നോ? ഞാനിതങ്ങ് മടക്കി വെച്ചതും പൊയ്ക്കോളാം. അവരെ മിഴി തുറന്ന് എത്തി നോക്കുന്ന വിജയലക്ഷ്മിയെ നോക്കി ഭാമിനി പറഞ്ഞു. നീ ഇങ്ങ് അടുത്ത് വന്നിരുന്നേ. ഞാൻ പറഞ്ഞ കാര്യം നീ ഉണ്ണിയോട് പറഞ്ഞോ? അവർ പ്രതീക്ഷയോടെ തിരക്കി. ആത്തോലമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ വിവരം ഇവിടെയുള്ള മറ്റുള്ളവരറിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാകുകയെന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? ചെറിയമ്പയാർ അറിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ. ഇവിടുത്തെ ചെറിയമ്പയാരുടെ ഭാര്യയാകാനുള്ള യോഗ്യത ഒന്നും എൻ്റെ മോൾക്കില്ല. പ്രായാധിക്യം കൊണ്ട് ചുക്കിച്ചുളിഞ്ഞ വിജയലക്ഷ്മിയുടെ കരങ്ങളെ വിനയത്തോടെ ഭാമിനി കയ്യിലെടുത്തു. ഞാൻ ഭ്രാന്ത് പറയാണെന്ന് തോന്നിയോ നിനക്ക്? വിജയലക്ഷ്മി എഴുന്നേറ്റിരിക്കാൻ തിടുക്കം കാണിച്ചതും ഭാമിനി അവരെ ഇരു കൈകളും തൊക്കിൽ കൊടുത്തു എഴുന്നേൽപ്പിച്ചിരുത്തി. നിനക്കറിയോ, നിന്നോട് ഇത് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചത് അവൻ തന്നെയാ, ആ കൊച്ചു കള്ളക്കാമുകൻ ഭരതൻ. പ്രായം തൊട്ട് കേടു വരുത്തിയിട്ടില്ലാത്ത വെളുത്ത പല്ലുകൾ കാണിച്ച് അവർ ഉറക്കെ ചിരിച്ചപ്പോൾ അന്താളിച്ചു നിൽക്കാനേ ഭാമിനിക്ക് ആയുള്ളൂ. കയ്യിലുള്ള ഇടിക്കലി കുഴവി കൊണ്ട് മുറുക്കാൻ ചതച്ചുകൊണ്ട് കാർത്തു തിണ്ണയിലിരുന്നു. ഭാമിനി വേണ്ടാത്തതോർത്ത് മനസ്സ് ദുഃഖിപ്പിക്കേണ്ട. ഉറപ്പിച്ചോളൂ, ഈ വന്ന് കയറിയിരിക്കുന്നത് മഹാലക്ഷ്മിയാ. ഇലഞ്ഞിത്തറയിലെ ആത്തോലമ്മയായി വാഴാൻ എൻ്റെ കുട്ടിക്ക് യോഗം കാണും. അതാ ഈ നാട്ടിൽ എത്ര പെൺകുട്ടികൾക്ക് കിട്ടും ആ ഭാഗ്യം. നീ ധൈര്യമായ അക്കാര്യം അവളോട് തുറന്നു പറ. തുണി അലക്കിക്കൊണ്ടിരുന്ന ഭാമിനി ഒരു നെടുവീർപ്പോടെ അവർ പറയുന്നത് കേട്ടുനിന്നു. ഉണ്ണിത്താൻ്റെ അമ്മയാണ് കാർത്തു. ദാ വരുന്നുണ്ട് അമ്മയുടെ മഹാലക്ഷ്മി. അമ്മ പറഞ്ഞു തുടങ്ങ്, ബാക്കി ഞാൻ കൂടാം. ബാഗും തോളിലിട്ട് വേലിക്കരികിലൂടെ വരുന്ന ഉണ്ണിമായെ നോക്കി ഭാമിനി പറഞ്ഞു. കാർത്തു മുത്തശ്ശി. കാർത്തുവിനെ കണ്ട സന്തോഷത്തിൽ മുൾവേലി ചാടിക്കടന്നവൾ ഓടി അവർക്കരികിൽ വന്നു കെട്ടിപ്പിടിച്ചു. നരച്ച മുടി തലോടി നെറുകയിൽ ചുംബിച്ചു. ഇന്ന് നേരത്തെ കഴിഞ്ഞോ കമ്പ്യൂട്ടർ പഠിത്തം? അവളുടെ താടയിൽ തലോടി കാർത്തു ചോദിച്ചു. ഞാനിങ്ങ് പോന്നു. ഇനി പോകുന്നില്ല. അടുത്ത ആഴ്ച എറണാകുളം പോകാനുള്ളതല്ലേ. കുറച്ചു സാധനങ്ങൾ വാങ്ങിക്കാൻ കവിതയും കൂട്ടി ടൗണിൽ പോകണം. പറയുമ്പോൾ അവൾ ഭാമിനിയുടെ മുഖത്തേക്ക് നോക്കി. ഭാമിനിയുടെ മുഖത്ത് എന്തോ പറയാനുള്ളത് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഉണ്ണിമായ്ക്ക് തോന്നി. അവൾ സംശയദൃഷ്ടിയോടെ ഭാമിനിയെ നോക്കി. കാർത്തു എന്തോ പറയാൻ വെമ്പിക്കൊണ്ട് ഭാമിനിയെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ രണ്ടാൾ മുഖത്തൊരു കള്ളലക്ഷണം? ഉണ്ണിമായ നെറ്റിച്ചൊലിച്ചു. എന്താ അമ്മേ കാര്യം? അവൾ ഭാമിനിക്കരികിലെത്തി. നിന്റെ കല്യാണക്കാര്യമാ? ഓ, അതാണെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല. ഉണ്ണിമായ അതരങ്ങൾ കോച്ചി പിടിച്ചു ഉമ്മറപ്പടികൾ കയറി. ഇത് എന്നും പറയുന്ന പോലെയല്ല. വന്നത് ആരുടെ ആലോചന ആണെന്നറിയണ്ടേ നിനക്ക്? ആവശ്യത്തോടെ ഭാമിനി അവളുടെ അരികിൽ വന്നു നിന്നു. വടി കുത്തിപ്പിടിച്ച് കാർത്തുവും ഉമ്മറത്ത് കയറി. ഇലഞ്ഞിത്തറയിലെ ചെറിയമ്പിയാർക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആശയുണ്ടെന്ന്.
ഒരു കള്ളച്ചിരിയോടെ കാർത്തു അങ്ങനെ പറഞ്ഞപ്പോൾ തലക്കൊരു ഇടിയേറ്റവളെ പോലെ നിന്നു ഉണ്ണിമായ. ചെറിയൊരു ഭാഗ്യമാണോ എൻ്റെ മോൾക്ക് ഈ വന്നിട്ടുള്ളത്? നമ്മുടെ നാടും വീടും വിട്ട് പോകുകയും വേണ്ട, നല്ല അന്തസ്സോടെ ആ മഠത്തിൽ അങ്ങനെ കഴിയാം. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഉണ്ണിമായുടെ അരികിൽ എത്തി പതിഞ്ഞ സ്വരത്തിൽ ഭാമിനി പറഞ്ഞു. എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ചെറിയമ്പ്യാർ പറഞ്ഞോ? കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഉണ്ണിമായ പകച്ചു നിന്നു. പറഞ്ഞു. ആരോടാ പറഞ്ഞതെന്ന് അറിയണ്ടേ? വല്യാത്തോലോട്. അത് കേട്ടത് ഉണ്ണിമായ വീണ്ടും ഞെട്ടി. എന്തൊക്കെയായി കേൾക്കുന്നത്? ഒരുപാട് തവണ ഒറ്റക്കും അല്ലാതെയും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ തന്നോട് പറയാതെ ഒളിച്ചു വെച്ച പ്രണയം ആ മിഴികളിൽ ഉണ്ടെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. പിന്നെ ഇവർ ഇതെന്തൊക്കെയായി പറയുന്നേ? ഉണ്ണിമായുടെ മനസ്സ് വിടാതെ ഓരോന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നു. പ്രായം കൊണ്ട് ചെറിയമ്പ്യാർ അവളെക്കാൾ കുറച്ചു മൂക്കും. കാർത്തുവിൻ്റെയും ഭാമിനിയുടെയും പരസ്പര അഭിപ്രായങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. ഉണ്ണിമായുടെ കാതിൽ അതൊന്നും പതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കയ്യിൽ ചെറിയൊരു പേഴ്സും മറുകൈയിൽ നീളത്തിൽ ഒരു പൊതിയും പിടിച്ചു കവിത വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കി ഉണ്ണിമായ നടവഴിയിൽ നിന്നു. ഇതെന്താ കയ്യിലൊരു പൊതി? അവൾ അരികിലെത്തിയത് ഉണ്ണിമായ തിരക്കി. മൂച്ച കൂട്ടാൻ തന്ന കൊടുവാളാ. പോകുന്ന വഴിക്ക് ഇതങ്ങ് ഏൽപ്പിക്കാമെന്ന് കരുതി. ഇരുവരും അല്പം ദൂരം നടന്ന് കവല എത്താറായപ്പോൾ ഭരതനെ കണ്ടതും ഉണ്ണിമായുടെ കയ്യും കാലും കിടുകിടാ വിറക്കാൻ തുടങ്ങിയിരുന്നു. ഭരതൻ കാണാതിരിക്കാൻ ഉണ്ണിമായ ചുരിദാറിൻ്റെ ഷോൾ എടുത്ത് തലയിലിട്ട് മുന്നോട്ട് നടന്നു. നീ ഇതെന്താ കള്ളന്മാരെ പോലെ? കവിത കണ്ണൂരിട്ടി ചോദിച്ചു. ഒക്കെ പറയാ. ചെറിയമ്പ്യാർ പോയോ? അവൾ ഷോൾ പതിയെ മാറ്റി നെറ്റി ചുളിച്ചു. ആ പോയി. കവിത അവർ കടന്നു വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കി. ഇപ്പം എൻ്റെ സൂക്കേട് നിനക്കായോ? ഇത് ചോദിച്ചുകൊണ്ട് കവിത അറിയാതെ ചിരിച്ചു പോയി. സൂക്കേടൊന്നുമല്ല. ബസ്സിൽ കയറട്ടെ, വിശദമായി വിശദീകരിക്കാം. ആകാംക്ഷയോടെ കവിത ശരിയെന്ന് തലയാട്ടി. ബസ്സിൽ കയറിയതും ജനലോരം ചാരി ഉണ്ണിമായിരുന്നു. അരികിലായി കവിതയും. ആ ഇനി പറ, എന്തിനാ ചെറിയമ്പ്യാരെ കണ്ടത് ഒളിച്ചത്? ഡ്രൈവർ ബസ് എടുത്തതും കവിതയുടെ ചോദ്യം വന്ന് വീണതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇനി ഉണ്ണിമായുടെയും ചെറിയമ്പ്യാരുടെയും കല്യാണം നടക്കുമോ? എന്താണ് ഇനി ഉണ്ടാവുക? അടുത്ത ഭാഗം അടുത്ത ദിവസം വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. എല്ലാവരോടും സ്നേഹവും സന്തോഷവും മാത്രം. നന്ദി, നമസ്കാരം.